എല്ലാരും എന്നെ കള്ളനാക്കി. ഇപ്പൊ ഞാൻ വീട്ടുകാരുടെ മുമ്പിലും എന്റെ ഭാര്യയുടെ മുമ്പിലും കള്ളനാണ്. ഒരു കള്ളനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവരും മടിക്കും. അമ്മയുടെ നല്ല മനസ്സിന് അമ്മ എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ വരുന്നില്ല അമ്മേ. മോനെ, നീ എന്റെ വയറ്റി പിറന്ന മോന. നിന്നെ മാറ്റി നിർത്താൻ ഈ അമ്മയ്ക്ക് പറ്റില്ലടാ. ഒരു മകന്റെ തെറ്റുകൾ പൊറുക്കാൻ ഈ ഭൂമി മലയാളത്തില് അവനെ നൊന്തു പ്രസവിച്ച അവന്റെ അമ്മയ്ക്കല്ലേ കഴിയൂ? എല്ലാ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് നീ വാ മോനെ. നിന്നെ 10 മാസം വയറ്റി കൊണ്ടു നടന്ന് അങ്ങനെയുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. കള്ളന് കഞ്ഞി വെക്കുന്നവരും കൂടിയാണ് കഴിച്ചാൽ മതി. പോടാ. ഈശ്വര, എന്തൊക്കെ ഈ കാണുന്നേ? ഭക്ഷണം എടുത്ത് കളയാനും തുടങ്ങിയിരിക്കുന്നു. ഒരു കുടുംബം നശിക്കാൻ ഇനി എന്താ വേണ്ടത്? തനി മൂതേവി വിളയാട്ടം തുടങ്ങിക്കഴിഞ്ഞില്ലേ? എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, യശോദ തരുന്ന ഭക്ഷണം വാശി പിടിച്ച് തട്ടിയെറിഞ്ഞവനല്ലേ നീ? പ്രകാശന്റെ പ്രവൃത്തിയും അങ്ങനെ കാണാവേ. അവന്റെ അജ്ഞതയ്ക്ക് മാപ്പ് കൊടുക്കണേ ഭഗവാനെ. അന്നൻ ദൈവമാണെന്ന് അവൻ അറിയില്ല. ഹലോ. ആ മോനെ, ഞാനാ. അച്ഛനായിരുന്നോ? എന്താ അച്ഛാ? ആ മോനെ, വർഷയും മോനെയൊക്കെ കണ്ടിട്ട് കുറെ നാളായി. ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നല്. വയസ്സായി വരുന്നതിന്റെ ആവും. ആ പറ്റുമെങ്കിൽ മോൻ വർഷയും കൂട്ടി ഇവിടെ ഒന്ന് വന്ന് 2 ദിവസം നിൽക്കും നിങ്ങള്. അല്ല മോൻ എന്താ ഒന്നും പറയാത്തെ? അച്ഛാ, അവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. ആ അച്ഛൻ തന്നെ അത് നേരിട്ട് വർഷയോട് പറ. ആ ആ ആ മോൻ വർഷയിടയിൽ ഫോൺ കൊടുക്ക. അത് വർഷ ഇവിടെ ഇല്ല. അവിടെ ഇല്ലേ? അവളെവിടെ പോയി? ഉണ്ട്. അവള് കുളിക്കുക. ആ വർഷ ഇറങ്ങിയാലുടൻ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആ ആ ശരി. പിന്നെ അച്ഛന് സുഖം തന്നെയാണല്ലോ അല്ലേ? പിന്നെ നല്ല സുഖം. അപ്പോ വർഷം വരുമ്പോ അങ്ങോട്ട് വിളിക്കാം. അല്ല മോൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പം എങ്ങനെ? ഹലോ ഹലോ. കട്ടി.
പിന്നെ പന്നക്കിളവന് മോളെ കാണത്തിന്റെ വിഷമം. വിശേഷം അന്വേഷിച്ച് വിളിച്ചിരിക്കുക. ആ എനിക്കെന്താ പോവാനായിക്കൂടെ? പൂർവ്വ പൂവാലൻ. ഈ പൂർവ്വ വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്ന പോലെ. അല്ല ജഗനന്ദ എവിടെ? ഞാൻ വന്ദനെ കാണാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞത് അമ്പലത്തിലേക്ക് പോയെന്ന്. ആഹാ. എന്താ ജഗൻ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അത് വന്ദനെ, ഞാനും നീലിമയും തമ്മില് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോ? എന്നാ കല്യാണം? നല്ല പെൺകുട്ടിയാ അത്. ജഗന നന്നായി ചേരും. വന്ദനെ പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ? വന്ദനം കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്ക് നീലിമയായിട്ട് ഒരു ബന്ധവുമില്ല. നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യവുമില്ല. ഒരുപാട് സങ്കല്പങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് അവള്. എനിക്ക് നീലിമയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്നും ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുമുണ്ട്. ജഗനന്ദ നീലിമയെ ഇഷ്ടമല്ലാത്തത്? അതോ